ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അച്ഛനും അമ്മ ഈ ദുർഗതി ഓർത്ത് കരയുന്ന ഓരോ നിമിഷവും നിനക്ക് അടിപൊട്ടും. ഇനി അവരിതോർത്ത് സങ്കടപ്പെടാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോ, മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ. നിനക്കും ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചോ. ഇത് പറയുന്ന വിഷ്ണുവാടി, ചെയ്യാൻ കഴിയുന്നത് മാത്രം പറയുന്ന വിഷ്ണു. കേടറി. ഹലോ, വിഷ്ണു അല്ലേ? ആ അതെ, ഞാൻ ദേവമാതാ വൃത്തസദനത്തിൽ നിന്നാ. വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും ഇവിടെ എൻ്റെ അടുത്തുണ്ട്. ഞാനേ അച്ഛന് ഫോൺ കൊടുക്കാം. പറഞ്ഞോക്കളെ. എടാ, അച്ഛനമ്മയും കൂടെ എങ്ങോട്ട് പോകണമെന്നറിയാമേത് ദേ ഇവിടെ ഈ വൃത്തസ്ഥാനത്ത് ഇരിക്കുക. പ്രായമായ മകളുള്ളേ, ഞങ്ങൾക്ക് ഇവിടെ ആശ്രയൊന്നും കിട്ടിയില്ലടാ. മകളെ, ഞങ്ങളിനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് അറിയാമേത് ഇവിടെ നിൽക്കുക. നീ ഒന്ന് ഇവിടെ വരുമോ? ഞാൻ വരാച്ച, ഇപ്പൊ തന്നെ വരാം. ഫോണൊന്ന് സെക്രട്ടറിയുടെ കയ്യിൽ കൊടുക്കും. പറഞ്ഞു വിഷ്ണു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇവർ താമസിപ്പിക്കാൻ ചെറിയ തടസ്സങ്ങളുണ്ട്. സാറേ, ഞാൻ വരുന്നവരെ അതുവരെ അവരൊന്ന് നോക്കിയാൽ മതി. ഞാൻ കൊണ്ടുപോയിക്കോളാം എന്റെ അച്ഛനും അമ്മയും. ഈ മകനുള്ളപ്പോ വൃദ്ധസദനത്തിൽ താമസിക്കേണ്ടവരെല്ലാവരും ഞാൻ കൊണ്ടുപോയിക്കോളാം. ശരി. നിങ്ങളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലടാ, എന്റെ അച്ഛനും അമ്മ ഈ ദുർഗതി ഓർത്ത് കരയുന്ന ഓരോ നിമിഷവും നിനക്ക് അടിപൊട്ടും. ഇനി അവരിതോർത്ത് സങ്കടപ്പെടാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോ, മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ.
അലച്ചില്ലല്ലോ അമ്മ. അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്തെങ്കിലും കാര്യത്തിനായിട്ട് തിരക്കിട്ട് ഓടി നടക്കുമായിരിക്കും. വൈകുന്നേരം എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ. അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയില്ലല്ലോ. നമ്മൾ സംശയിക്കുന്ന പോലെയൊന്നും അവിടെ സംഭവിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പെട്ടെന്നൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? എത്ര വർഷമായിട്ട് അവിടെ താമസിക്കുന്നതാ? ഇതെല്ലാം ഗവൺമെന്റ് കാര്യങ്ങളല്ലേ അമ്മ, അതവർ അതിന്റെ സമയത്ത് തന്നെ നടത്തും. എന്നാൽ ഇത് എവിടെ പോകും? ഒരു വീട് പോലും വാടകയ്ക്ക് എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വിഷ്ണു ഇവിടെ തന്നെ ആയിരുന്നല്ലോ, പിന്നെ എപ്പോഴാ വീടൊക്കെ പോയി കാണാനുള്ള സമയം? എന്തായാലും സത്യം ഒരു വഴി കാണാതിരിക്കില്ല. ആ ഹലോ, ഞാൻ രമണൻ പിള്ളയാ, സത്യമ്മയുടെ വീട്ടിലെ. ആ മനസ്സിലായി പിള്ളച്ചേട്ടാ. ശാലിനി കുഞ്ഞിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാ ഞാൻ ഈ നമ്പറിലേക്ക് വിളിച്ചത്. ശാലിനി ഇവിടെ ഉണ്ട്, കൊടുക്കട്ടെ? എങ്കിൽ വലിയ ഉപകാരമായി. ദേ പിള്ളച്ചേട്ടനാ, നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. പിള്ളച്ചേട്ടാ പറഞ്ഞു. ശാലിനിയെ കുഞ്ഞെ, എല്ലാം പോയി കുഞ്ഞെ. നമ്മുടെ വീട് ജപ്തി ചെയ്തു. അയ്യോ മോളെ, സാധനങ്ങളെല്ലാം പുറത്തിട്ടേക്കുക. ഞാനും പൊന്നിയും ഗേറ്റിന് പുറത്തുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അച്ഛനും സത്യമ്മയൊക്കെ. വിഷ്ണുട്ടൻ അവിടെ ഇല്ലേ? ആ ചന്ദ്രബോസ് പോലീസുകാരനോട് വഴക്കുണ്ടാക്കിയിട്ട് വിഷ്ണു കുഞ്ഞ് എവിടേക്കോ പോയിരിക്കുക. ഞങ്ങളോട് സാധനങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞിട്ട് സത്യാമ്മയെ രാഘവൻ സാറും കൂടി ഓട്ടോ പിടിച്ച് എങ്ങോട്ടും ഇറങ്ങിപ്പോയി. വീട് പൂട്ടി സീൽ ചെയ്തിട്ട് ചന്ദ്രബോസും വന്നവരും ഒക്കെ പോയി. ഞങ്ങളിപ്പോ പുറത്തേക്കുക. വിളിച്ചിട്ട് ആരും ഒട്ടും ഫോൺ എടുക്കുന്നുമില്ല. ഞങ്ങൾ എന്താ കുഞ്ഞായി വേണ്ടത്? പിള്ളച്ചേട്ടാ, തൽക്കാലം അവിടെ തന്നെ നിൽക്ക്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്പം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി.